السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله أما بعد. ഏറ്റവും സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൽ ഓരോ ബുദ്ധിയുള്ള മനുഷ്യൻ്റെയും ബാധ്യതയാണ്. ഒന്നാമത്തെ ചോദ്യം, നാം എവിടെ നിന്ന് വന്നു എന്നതാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വചനങ്ങളിലൂടെ വ്യക്തമായി പടച്ചതമ്പുരാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. മനുഷ്യ സൃഷ്ടിയുടെ അത്ഭുതകരമായ ഘട്ടങ്ങളെ അള്ളാഹു ഇവിടെ വിവരിക്കുന്നു. തീർച്ചയായും നാം മനുഷ്യനെ കളിമണ്ണിൽ നിന്നുള്ള സത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആദ്യ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അള്ളാഹു അദ്ദേഹത്തെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്നതൊരു വസ്തുവിൻ്റെ ശുദ്ധമായ സത്ത്, സുലാല, സാരാംശം എന്ന അർത്ഥം നൽകുന്നു. പിന്നീട് അവനെ നാം ഉറപ്പുള്ള ഒരു സ്ഥലത്ത് ഒരു ബീജത്തുള്ളിയായി നിക്ഷേപിച്ചു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആദമിൻ്റെ സന്തതികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നുത്ഫ അഥവാ ബീജത്തുള്ളിയിൽ നിന്നാണ് സൃഷ്ടിക്കുന്നത്. ഖറാറിൻ മക്കീൻ എന്ന് പറഞ്ഞത് മാതാവിൻ്റെ ഗർഭാശയത്തെയാണ്. അവിടെ കുഞ്ഞ് സുരക്ഷിതമായി വളരുന്നു. പിന്നീട് ആ ബീജത്തുള്ളിയെ നാം ഒരു രക്തപിണ്ഡമാക്കി എന്നത് തൂങ്ങിക്കിടക്കുന്ന ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അലക്ക, രക്തപിണ്ഡം എന്ന അർത്ഥത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് ആ രക്തപിണ്ഡത്തെ നാം മാംസകഷ്ണമാക്കി. മുളകത്തൻ എന്നാൽ ചവച്ചതുപോലെയുള്ള ചെറിയ മാംസകഷ്ണം എന്നാണ് അർത്ഥം. പിന്നീട് ആ മാംസകഷ്ണത്തെ നാം അസ്ഥികളാക്കി. എന്നിട്ട് ആ അസ്ഥികൾക്ക് നാം മാംസം പൊതിഞ്ഞു. പിന്നീട് അവനെ നാം മറ്റൊരു സൃഷ്ടിയായി രൂപപ്പെടുത്തി. ഇതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘട്ടം. ഗർഭസ്ഥ ശിശുവിൽ റൂഹ് അഥവാ ആത്മാവ് ഊതപ്പെടുകയും കേൾക്കാനും കാണാനും ചിന്തിക്കാനുമുള്ള കഴിവുകൾ നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അവൻ വെറും മാംസപിണ്ഡമല്ല, പൂർണ്ണമായ ഒരു മനുഷ്യനായി മാറുന്നു. അതിനാൽ ഏറ്റവും ഉത്തമനായ സൃഷ്ടാവായ അള്ളാഹു മഹത്വപ്പെട്ടവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂക്തം അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്. മനുഷ്യ സൃഷ്ടിയുടെ അത്ഭുതകരമായ ഘട്ടങ്ങൾ വിവരിച്ച ശേഷം അള്ളാഹു ഇത്തരത്തിൽ സൃഷ്ടിച്ചവനായ തൻ്റെ മഹത്വം പ്രഖ്യാപിക്കുന്നു എന്നർത്ഥം. ഒരു ചെറിയ ബീജത്തുള്ളിയിൽ നിന്ന് കേൾക്കുകയും കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ സൂക്തം നൽകുന്ന സന്ദേശം, മനുഷ്യൻ തൻ്റെ ആരംഭത്തെക്കുറിച്ച് ചിന്തിക്കട്ടെ. ബീജത്തുള്ളി, രക്തക്കെട്ട, മാംസകഷ്ണം, അസ്ഥികൾ, മാംസം, മറ്റൊരു സൃഷ്ടി, വ്യത്യസ്തമായ മറ്റൊരു രൂപം എന്നിങ്ങനെ ഘട്ടം ഘട്ടമായി അള്ളാഹു അവനെ വളർത്തിക്കൊണ്ടുവന്നു. ഇന്ന് അവൻ ശക്തനാണെന്ന് കരുതുന്നുവെങ്കിൽ തൻ്റെ തുടക്കം എത്ര നിസ്സാരമായിരുന്നുവെന്ന് ഓർക്കണം. ഈ സൃഷ്ടിയുടെ അത്ഭുതങ്ങൾ അള്ളാഹുവിൻ്റെ സർവശക്തിയുടെയും മഹത്വത്തിൻ്റെയും തെളിവുകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു എന്ന് മനസ്സിലാക്കാം, എന്നനുമാനിക്കാം. 2ഉം 3ഉം ചോദ്യങ്ങൾ നാം എങ്ങോട്ട് പോകുന്നു, നാം ഇവിടെ എങ്ങനെ ജീവിക്കണം എന്നതാണ്. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 185-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറയുന്നുണ്ട്: കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോ ജീവനും മരണത്തെ ആസ്വദിക്കുന്നതാണ്. മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് അഥവാ റൂഹ് ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നു. പിന്നീട് ബർസഖ്, ഖബർ ജീവിതം, മരണത്തിനും പുനരുത്ഥാനത്തിനും ഇടയിലുള്ള അവസ്ഥയാണ് ബർസഖ്. വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം 100-ാമത്തെ വചനത്തിൽ നമുക്കിപ്രകാരം കാണാം. അള്ളാഹു പറയുന്നതായി: വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ അവരുടെ പിന്നിൽ ബർസഖുണ്ട്. ആ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ അവൻ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ഇന്നൽ അബ്ദ ഇദാ ഉദിഅ ഫീ ഖബരിഹി അതാഹു മലക്കാൻ. അടിമ ഖബറിൽ വെക്കപ്പെടുമ്പോൾ 2 മലക്കുകൾ അവൻ്റെ അടുത്ത് വരും. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇതിൽ നിന്ന് ആരും ഒഴിവാകുന്നില്ല. കുഴിച്ചിട്ടവരും മൃഗങ്ങൾ തിന്നുപോയവരും ശരീരം ദഹിപ്പിക്കപ്പെട്ടവരും ആരും തന്നെ, അവരെല്ലാം ഈ ചോദ്യങ്ങൾ നേരിട്ടേ മതിയാവൂ എന്ന് വിശുദ്ധ ഇസ്ലാം ശക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട്. നിന്റെ രക്ഷിതാവ് ആരാണ്? നിന്റെ മതം എന്ത്? നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈ മനുഷ്യനെക്കുറിച്ച് അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത്തരം ചോദ്യങ്ങളായിരിക്കും അത് എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സത്യവിശ്വാസി ശരിയായ ഉത്തരം പറയുകയും സ്വർഗകവാടങ്ങൾ
കവാടങ്ങൾ അവൻ്റെ മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്യുമെന്നും അവിശ്വാസിയുടെ മുന്നിൽ നരക കവാടം തുറക്കപ്പെടുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറയുന്നുണ്ട്. അഥവാ അവിശ്വാസി അവൻ്റെ കുഴിമാടത്തിൽ സ്വർഗീയ ജീവിതവും അവിശ്വാസി നരകീയ ജീവിതവും നയിക്കേണ്ടി വരും എന്നതാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നീടാണ് പുനരുത്ഥാനം അഥവാ യൗമുൽ ഖിയാമ. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മാലാഖ കാഹളത്തിൽ ഊതുമ്പോൾ എല്ലാ മനുഷ്യരും ഉയർത്തെഴുന്നേൽക്കും. വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള 15-16 വചനങ്ങളിൽ ഇക്കാര്യം പറയുന്നുണ്ട്. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. പിന്നീട് നിങ്ങൾ മരിക്കുന്നവരാണ്, പിന്നീട് ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. പിന്നീടാണ് വിചാരണ അഥവാ യൗമുൽ ഹിസാബ്. മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളും കണക്കാക്കപ്പെടുന്ന ദിവസം. അള്ളാഹു പറയുന്നു വിശുദ്ധ ഖുർആൻ 99-ാം അധ്യായം 7-8 വചനങ്ങളിലൂടെ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു അണുവിൻ്റെ തൂക്കം പോലും നന്മ ചെയ്തവർ അത് കാണും, ഒരു അണുവിൻ്റെ തൂക്കം പോലും തിന്മ ചെയ്തവൻ അതും കാണും. പിന്നീടാണ് സിറാത്ത് പാലം. നരകത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കപ്പെടുന്ന പാലമാണ് സിറാത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നരകത്തിൻ്റെ മുകളിൽ പാലം സ്ഥാപിക്കപ്പെടും. ഇമാം ബുഖാരിയും മുസ്ലിമും ധരിക്കുന്ന ഏറ്റവും സ്വഹീഹായ ഹദീസിലാണിത് പറയുന്നതെന്ന് നാം ഓർക്കണം. മനുഷ്യർ അവരുടെ ഈമാനും അമലുസ്വാലിഹാത്തുകളും അഥവാ അവരുടെ സൽക്രമങ്ങളും അനുസരിച്ച് അതിലൂടെ കടന്നുപോകും. പിന്നീടാണ് അന്ത്യമലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നത്, അഥവാ ഒന്നിരിക്കൽ സ്വർഗം അല്ലെങ്കിൽ നരകം. വിശുദ്ധ ഖുർആൻ 31-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ലഹും ജന്നാത്തുൻ നഈം. വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് ആനന്ദത്തിൻ്റെ സ്വർഗങ്ങളുണ്ട്. സ്വർഗമുണ്ട് എന്നതല്ല, സ്വർഗങ്ങളുണ്ട് എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗമെന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നരകത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം 64-ാമത്തെ വചനത്തിലൂടെ ഇപ്രകാരം പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വഅഅദ്ദ ലഹും സഗീറ. തീർച്ചയായും അല്ലാഹു സത്യനിഷേധികളെ ശപിക്കുകയും അവർക്ക് ജ്വലിക്കുന്ന അഗ്നി ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ യാത്ര ഇങ്ങനെയാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് തുടങ്ങി ഭൂമി, പിന്നെ മരണം, പിന്നെ ബർസഖ് അഥവാ ഖബർ ജീവിതം, പിന്നെ പുനരുത്ഥാനം, പിന്നെ മഹ്ശർ, പിന്നെ ഹിസാബ്, പിന്നെ സിറാത്ത്, പിന്നെ സ്വർഗം, പിന്നെ അല്ലെങ്കിൽ പിന്നെ സ്വർഗം അല്ലെങ്കിൽ നരകം. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ഈ ജീവിതം കൊണ്ട് നാം എന്താണ് നേടാൻ പോകുന്നത്? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഇവിടെ നമുക്ക് അനുസ്മരിക്കാം. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാനായവൻ തൻ്റെ ശരീരത്തെ വിചാരണ ചെയ്യുന്നവനും മരണാനന്തര ജീവിതത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നവനുമാണ്. അതിനാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ജീവിതം മരണത്തോടെ അവസാനിക്കുന്നതല്ല, മറിച്ച് അള്ളാഹുവിലേക്കുള്ള മടക്കയാത്രയുടെ തുടക്കമാണ്. നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.